അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് പറയുകയാണ്, മിഹ്റാജിന്റെ രാവിൽ ഇന്നലത്തെ രാത്രിയിൽ കുറച്ച് ആളുകൾ എൻ്റെ അരികിലേക്ക് വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നമുക്ക് പോകാം. അവരോടുകൂടെ ഞാനും പോവുകയാണ്. കുറെ ദൂരമങ്ങെത്തിയപ്പോൾ അതാ അവിടെ ഒരാൾ കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അരികിലേക്ക് മറ്റൊരാൾ ഒരു വലിയ പാറക്കല്ല് കൊണ്ടുവന്ന് തലയിലേക്ക് എറിയുകയാണ്. തല പിളരുകയാണ്. ആ പാറക്കല്ല് ഉരുണ്ടുരുണ്ടു പോകുമ്പോൾ കുത്തിച്ചതക്കുന്ന തലയിലേക്ക് കല്ലെടുത്തെറിയുന്ന ആള് ആ കല്ലിന്റെ പിന്നാലെ പോവുകയാണ്. എന്നിട്ട് ആ കല്ലെടുത്ത് കൊണ്ടുവരുന്നു. ഇദ്ദേഹത്തിന്റെ തലയിലേക്ക് വീണ്ടും മാഞ്ഞെറിയുകയാണ്. വീണ്ടും തല പിളരുകയാണ്. വീണ്ടും അതാ അദ്ദേഹം ആ പാറക്കല്ലെടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ തല പൂർവസ്ഥിതിയിലാകുന്നു. വീണ്ടും വരുന്നു, എറിഞ്ഞുടക്കുന്നു. ഈ സംഭവം അല്പസമയം നോക്കി നിന്നു. ഞാൻ ആ കൂട്ടുകാരോട് ചോദിച്ചു, എന്താണ് സംഭവം? ആരാണിത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ അദ്ദേഹത്തെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത്? അവര് പറഞ്ഞു, നമുക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ കുറെ ദൂരം വീണ്ടും സഞ്ചരിച്ചു. അപ്പയതാ ഒരു മലർന്നു കിടക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ അരികിലേക്ക് ഞങ്ങൾ ചെന്നു. അപ്പോൾ വേറൊരാൾ അദ്ദേഹത്തിന്റെ കവിളിലേക്ക് ഒരു ഇരുമ്പിന്റെ കൊളുത്ത് കൊണ്ട് കീറുകയാണ്. കുത്തി കീറിയിട്ട് അത് പെരടി വരെ കീറുകയാണ്. ഇടത്തെ കവിളിലേക്ക് കുത്തിക്കൊണ്ട് വലിച്ചങ്ങ് കീറുന്നു, പെരടി വരെ. പിന്നീട് മൂക്കു മുതൽ കുത്തി കണ്ടം വരെ കീറുകയാണ്. എന്നിട്ട് അദ്ദേഹത്തെ മറിച്ചിടുകയാണ്. പുറകു ഭാഗം അതുപോലെ ചെയ്യുന്നു. വീണ്ടും തിരിച്ചിടുമ്പോൾ പഴയതുപോലെയാണ്. വീണ്ടും അതുപോലെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ കൂട്ടുകാരോട് ചോദിച്ചു, ആരാണത്? എന്തിനാണ് അദ്ദേഹത്തെ ഇതുപോലെ ചെയ്യുന്നത്? അവര് പറഞ്ഞു, നമുക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടുന്ന് സഞ്ചരിച്ചു. കുറച്ചു ദൂരമങ്ങെത്തിയപ്പോൾ ഒരു അരുവിയുടെ അരികിലെത്തുകയാണ്. ചോര പോലെ നിറമുള്ള ചുവന്ന ഒരു അരുവി. ആ അരുവിയിലൂടെ ഒരാൾ നീന്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം നീന്തി കുഴങ്ങിയിട്ടുണ്ട്. അരുവിയുടെ മുന്നിൽ ഒരാൾ നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ കല്ലുകളുണ്ട്. ആ കല്ലുകൊണ്ട് അരുവിയിൽ നീന്തിക്കൊണ്ടിരിക്കുന്ന ആള് തളർന്നുകൊണ്ട് കരക്കരിയിലേക്ക് വരുമ്പോൾ ഈ മനുഷ്യൻ കല്ലുകൊണ്ട് എറിയുകയാണ് അയാളുടെ വായിലേക്ക്. ആ കല്ല് വിഴുങ്ങിക്കൊണ്ടയാള് വീണ്ടും നീന്തുകയാണ്. നീന്തി നീന്തി വീണ്ടും വരുന്നു, കല്ലെടുത്തെറിയുന്നു. അയാൾ ആ കല്ല് വായിലൂടെ ഇറങ്ങിപ്പോകുന്നു. കുഴങ്ങി നീന്തി അവശനായി വീണ്ടും വരുമ്പോൾ കല്ലെടുത്തെറിയുകയാണ്. ഇത് കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ആരാണത്? എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? കൂട്ടുകാര് പറഞ്ഞു, നമുക്ക് പോകാം. അവര് കുറെ ദൂരം സഞ്ചരിച്ചു കൊണ്ട് വന്നപ്പോൾ അടുപ്പ് പോലെ വലിയൊരു പൊത്ത് കണ്ടു. ആ പൊത്തിന്റെ ഉള്ളിൽ തീജ്വാല ആളിപ്പടരുകയാണ്. അതിന്റെ മുകളിൽ ഒരുപാട് ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, നഗ്നരായി. അതിൽ കിടന്നുകൊണ്ട് അവര് അട്ടഹസിക്കുകയാണ്. വല്ലാത്ത ഒരു അട്ടഹാസം. അങ്ങനെ വീണ്ടും അവര് സഞ്ചരിച്ചു. കുറച്ചു ദൂരമങ്ങെത്തിയപ്പോൾ കണ്ടാൽ അറപ്പ് തോന്നുന്നൊരു മനുഷ്യൻ ഒരു വലിയ തീക്കുണ്ടാരം ഒരുക്കിയിരിക്കുന്നു. തീ കത്തിക്കുകയാണ്. പല ഭാഗത്തേക്കും അത് വ്യാപിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. പ്രവാചകൻ ചോദിച്ചു, ആരാണിത്? അതും അവർ കൂട്ടുകാര് പറഞ്ഞു, നമുക്ക് പോകാം. വീണ്ടും സഞ്ചരിക്കുകയാണ്. കുറച്ചു ദൂരമങ്ങെത്തിയപ്പോൾ നല്ല മനോഹരമായൊരു പൂന്തോട്ടം. വസന്തകാലത്തുണ്ടാകുന്ന മുഴുവൻ ചെടികളും അതാ പൂവിടർത്തിക്കൊണ്ട് നിൽക്കുന്ന സുന്ദരമായൊരു പൂന്തോട്ടം.
ആ പൂന്തോട്ടത്തിൽ ഒരാൾ, ഉയരമുള്ള ഒരാൾ, ആകാശം മുട്ടേ ഉയർന്നു നിൽക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ചുറ്റുഭാഗത്തും ചെറിയ ചെറിയ കുഞ്ഞുമക്കൾ ഓടിക്കളിക്കുകയാണ്. പൂമ്പാറ്റകളെ പോലെ, ചിത്രശലഭങ്ങളെ പോലെ ആ പൂന്തോട്ടത്തിലൂടെ ഓടിക്കളിക്കുന്ന ചെറിയ ചെറിയ കുഞ്ഞുമക്കൾ. പ്രവാചകൻ ചോദിക്കുന്നു, ആരാണത്? ഏതാണ് ആ കുഞ്ഞുങ്ങൾ? കൂട്ടുകാര് പറഞ്ഞു, നമുക്ക് പോകാം. വീണ്ടും അവര് സഞ്ചരിച്ചു. കുറേ ദൂരമങ്ങെത്തിയപ്പോൾ ഒരു വലിയ മരക്കൂട്ടം. ഭൂമിയിൽ എവിടെയും അതുപോലെയുള്ളൊരു മരക്കൂട്ടം കണ്ടിട്ടില്ല. അത്രയും വലിയൊരു മരക്കൂട്ടം. അവര് പറഞ്ഞു, നമുക്കിതിലേക്ക് കയറാം. അതിലേക്ക് കയറുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മരക്കൂട്ടത്തിലൂടെ നടന്ന് ചെന്നപ്പോ ഒരു വലിയൊരു ഗുഹ കണ്ടു, മരത്തിന്റെ ഗുഹ. ആ ഗുഹയുടെ ഉള്ളിലേക്ക് നടന്നു. അതിന്റെ ഉള്ളിലൂടെ കടന്നു ചെന്നപ്പോൾ അവരെത്തിപ്പെട്ടത് ഒരു പട്ടണത്തിലാണ്. നല്ല സുന്ദരമായൊരു പട്ടണം. വെള്ളിയുടെയും സ്വർണത്തിന്റെയും ഇഷ്ടികകളെ കൊണ്ട് നിറക്കപ്പെട്ട ഒരു വലിയ പട്ടണം. ആ പട്ടണത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ആ പട്ടണത്തിലുള്ള ആളുകളോ നല്ല നല്ല ഭാഗങ്ങൾ, ഒരു ഭാഗം, ചെറിയ ചില ഭാഗങ്ങളൊക്കെ മോശമായ ഭാഗം, മനോഹരമായ സൗന്ദര്യമുള്ള ഒരു ഭാഗമുണ്ടെങ്കിലും ചില ഭാഗങ്ങളൊക്കെ വൃത്തികെട്ട മോശമായ ഒരു ഭാഗം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂട്ടുകാരോ മുഖത്തേക്ക് നോക്കി. കൂട്ടുകാര് പറഞ്ഞു, ആ മനുഷ്യരോട് നിങ്ങൾ ആ പുഴയിൽ ചാടുക. തൊട്ടടുത്ത് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു പാല് പോലെ സുന്ദരമായ വെളുത്ത ഒരു പുഴ. ആ പുഴയിലേക്ക് അവര് ചാടുകയാണ്. അതിലൂടെ നീന്തി തുടിച്ചുകൊണ്ട് തിരിച്ചു വരുമ്പോൾ മോശമായ ഭാഗങ്ങളൊക്കെ അപ്രത്യക്ഷമായിട്ടുണ്ട്. അവര് നല്ല സുന്ദരന്മാരായിക്കൊണ്ട് കടന്നു വരികയാണ്. പ്രവാചകൻ ചോദിക്കുന്നു, കൂട്ടുകാരെ, ഇവരാരാണ്? നമുക്ക് പോകാം. അവര് വീണ്ടും സഞ്ചരിച്ചു. കുറെ ദൂരമങ്ങെത്തിയപ്പോൾ അവര് പറഞ്ഞു, ആ കാണുന്നതുണ്ടല്ലോ, ആ കൊട്ടാരമാണ് നിങ്ങളുടെ കൊട്ടാരം. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുകളിലേക്ക് നോക്കി. മേഘം പോലെ ഒരു വലിയ സുന്ദരമായ ഒരു കൊട്ടാരം അവിടെ കാണുന്നുണ്ട്. പ്രവാചകനോട് കൂട്ടുകാര് പറഞ്ഞു, ഇതാണ് സ്വർഗം, ഇതാണ് നിങ്ങളുടെ മന്ദിരം. പ്രവാചകൻ ചോദിച്ചു, ഞാൻ അതിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു ചെല്ലട്ടെയോ? പറ്റില്ല, ഇപ്പോൾ അതിന്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റില്ല, നമുക്ക് തിരിച്ചു പോകാം. അവര് തിരിച്ചിങ്ങ് പോരുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കൂടെയുണ്ടായിരുന്ന കൂട്ടുകാരായ മാലാഖമാരോട് ചോദിക്കുകയാണ്, നമ്മൾ ആദ്യം കണ്ട ഒരു അത്ഭുതമില്ലേ? ഒരാദ്യമായി നമ്മൾ കണ്ടതെന്താണ്? തല തല്ലിപ്പൊളിക്കുന്ന കല്ലുകൊണ്ടിട്ട് തലയിലേക്ക് എറിയുന്നൊരു മനുഷ്യനെ നമ്മൾ കണ്ടില്ലേ? എന്താണ് ആ സംഭവം? മലക്കുകളെ പറഞ്ഞു കൊടുക്കുകയാണ്. അയാൾ ആരാണെന്നറിയുമോ? പരിശുദ്ധമായ ഖുർആന് പഠിക്കുകയും അതിനെ നിസ്സാരമായി കൊണ്ട് തള്ളിക്കളയുകയും ചെയ്ത ആളാണ്. ഫർദ് നിസ്കാരത്തിന്റെ സമയത്ത് അലസത കാണിച്ചു നടക്കുന്ന ആളാണ്. അദ്ദേഹത്തിനുള്ള ശിക്ഷയാണ് ആ ശിക്ഷ നമ്മൾ കണ്ടത്. പ്രവാചകൻ ചോദിക്കുകയാണ്, പിന്നെ നമ്മൾ കണ്ടതേതാണ്? കവിളിനെ കൊളുത്തിട്ട് വലിക്കുന്ന മനുഷ്യരില്ലേ, അയാൾ ആരാണ്? അദ്ദേഹം ജീവിതത്തിൽ കളവ് പറഞ്ഞു നടക്കുന്ന മനുഷ്യനാണ്. കളവ് പറയുന്ന ആൾക്കുള്ള ശിക്ഷയാണത്. പ്രവാചകൻ ചോദിക്കുകയാണ്, മൂന്നാമതായി നമ്മൾ കണ്ടില്ലേ അടുപ്പ് പോലെയുള്ളൊരു മരം? ആ പൊത്തിലുള്ള ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കഥ ചോദിക്കുകയാണ്. നഗ്നരായ മനുഷ്യർ ആ തീക്ക് മുകളിൽ കിടന്നുകൊണ്ട് അട്ടഹസിച്ച് കരയുന്ന സംഭവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മലക്കുകളെ പറയുകയാണ്, അവർ ആരാണെന്നറിയുമോ? അവര് ജീവിതത്തിൽ വ്യഭിചരിച്ചവരാണ്, വ്യഭിചാരികളാണ്. വ്യഭിചാരികളായ ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്കുള്ള ശിക്ഷയാണത്. പിന്നീട് അവര് ചെന്നത് എവിടെയാണ്? ഒരു പുഴയിലേക്കല്ലേ? ആ പുഴയിൽ നീന്തി തുടിക്കുന്ന ഒരു മനുഷ്യൻ അവശനായിക്കൊണ്ട് കരയിലേക്ക് കരക്കയടുമ്പോൾ കല്ലുകളെ കൊണ്ട് എറിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വായിലേക്ക് അത് വിഴുങ്ങിക്കൊണ്ട് വീണ്ടും നീന്തുന്ന മനുഷ്യനല്ലേ? അയാളെ കുറിച്ചിട്ടാണ് പറയുന്നത്, അയാള് പരിശ തിന്നുന്ന ആളാണ്.
പലിശ ഭക്ഷിക്കുന്ന ആളാണ്, പലിശയുമായി ഇടപാട് നടത്തുന്ന ആളാണ്, പലിശയുമായി കൊണ്ട് കൂടിക്കലർന്ന ഭക്ഷണം കഴിച്ച വ്യക്തിക്കുള്ള ശിക്ഷയാണത്. പിന്നെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടുവന്നപ്പോൾ തീ കത്തിക്കുന്നൊരു മനുഷ്യനെ കണ്ടില്ലേ? അയാൾ ആരാണ്? അതാണ് നരകത്തെ കാക്കുന്ന മലക്കായ മാലിക് അലൈഹിസ്സലാം. പിന്നെ നമ്മൾ കണ്ടതോ ഒരു വലിയ തോട്ടത്തിൽ, ഒരു പൂന്തോട്ടത്തിൽ ഒരു വലിയ മനുഷ്യനെ കണ്ടില്ലേ? അതിന്റെ ചുറ്റുഭാഗത്തും ഒരുപാട് കുട്ടികൾ ചിത്രശലഭങ്ങളെ പോലെ ഓടിക്കളിക്കുന്നത് കണ്ടില്ലേ? അതാരാണ്? മലക്കുകളെ പറയുകയാണ്, ഹബീബായ നബിയേ, ആ കണ്ട മനുഷ്യൻ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. ആ ഇബ്രാഹിം നബിയുടെ ചുറ്റുഭാഗത്തും ഓടിക്കളിക്കുന്ന കുഞ്ഞുമക്കളുണ്ടല്ലോ, ആ കുഞ്ഞുമക്കൾ ജീവിതത്തില് ചെറിയ കുഞ്ഞുമക്കളാകുമ്പോൾ മരണപ്പെട്ടു പോയ കുട്ടികളാണ്. ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയ ചെറിയ കുഞ്ഞുമക്കൾ അവര് സ്വർഗത്തിലാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബാക്കൾക്ക് ഈ കഥ പറഞ്ഞു കൊടുത്തപ്പോൾ സ്വഹാബാക്കൾ ചോദിക്കുകയാണ്, പ്രവാചകരെ, കുഞ്ഞുമക്കളെ ഭരിച്ചാൽ അവര് സ്വർഗത്തിലല്ലേ? എന്നാൽ മുസ്ലിമീങ്ങളല്ലാത്ത അമുസ്ലിമീങ്ങളായ കുഞ്ഞുങ്ങളും മരിച്ചു പോകുന്നുണ്ടല്ലോ, അവർക്കും സ്വർഗമുണ്ടോ? പ്രവാചകൻ പറയുകയാണ്, അവരും സ്വർഗത്തിലാണ്. ചെറിയ കുഞ്ഞുമക്കളെ മുസ്ലിമാവട്ടെ അമുസ്ലിമാവട്ടെ അവര് മരിച്ചാൽ അവര് സ്വർഗത്തിലാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് നമ്മിൽ നിന്ന്, നമ്മുടെ കൂട്ടത്തിൽ നിന്ന്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് എത്രയെത്ര ചെറിയ കുഞ്ഞുമക്കളൊക്കെ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി. അവരോടൊന്നിച്ചു നാളെ സുവലോക സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.